നാസതീയ സൂക്തമുണ്ട്, പ്രപഞ്ചമുണ്ടായ കഥ പറയുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ്. നാസതീയ സൂക്തം പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ് നാസതീയ അതില്ലായിരുന്നു, സത്തില്ലായിരുന്നു, അസത്തില്ലായിരുന്നു, അതില്ലായിരുന്നു, കരയില്ലായിരുന്നു. ഉണ്ടായിരുന്നത് കേവലം വെള്ളം മാത്രമായിരുന്നു. വെള്ളത്തിൽ തന്നെ ഇങ്ങനെ മുങ്ങിക്കിടക്കുമായിരുന്നു. അതിൽ നിന്ന് പിന്നീട് ഓരോന്നുണ്ടായി വരികയുണ്ടായത്. നമ്മുടെ വിഷ്ണു സങ്കല്പം അതുപോലെയാണ്. ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ഇങ്ങനെ പത്മനാഭസ്വാമി ജലത്തിൽ കിടക്കുന്നതായിട്ടാണ് സങ്കല്പമുള്ളത്. അപ്പം അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഭാരതം സാമാന്യമല്ല. ഇന്ന് ഇതെല്ലാം വട്ടത്തിലാക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേദത്തിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും